മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിർണായകമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്, ഒരു തീരുമാനം എന്നുള്ള നിലക്ക് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ആവശ്യം എന്നുള്ളത് താരങ്ങൾ പ്രതിഫലം കുറക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ മലയാള സിനിമയുടെ ലാഭവിഹിതം എന്നുള്ളത് വളരെ കുറവാണ്. അതായത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും വളരെ വലിയ തുക നഷ്ടമാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് ഈ ഇത്തരം ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകളും തങ്ങളുടെ പ്രതിഫലം കുറക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിട്ടെന്നും 200 സിനിമകൾ വന്നെടുത്ത് 24 സിനിമകൾക്ക് മാത്രമേ അതിന്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും കഴിഞ്ഞ ജനുവരിയിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ തിയേറ്ററിൽ ലാഭമായിട്ട് മാറിയത് ഒറ്റ ഒരു സിനിമ മാത്രമാണ് എന്നുള്ള ഒരു കാര്യമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 12%. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 12%, 10%ൽ നിന്ന് 12% സക്സസ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയായിരുന്നു. അതിനുശേഷം അപ്പം അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളിവിട്ടിരുന്നു. 700 കോടി രൂപ, 650-നും 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായത് ഇൻഡസ്ട്രി. പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം ഞങ്ങൾ മാസാമാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു പോയത്. ഇപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിൽ സക്സസ് ആയത് നമുക്ക് പറയാനുള്ളൂ സാമ്പത്തികമായി. ബാക്കി 2 ചിത്രങ്ങൾ ഇപ്പം ഇറങ്ങിയ തരക്കേടില്ലാതെ പോകുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് തന്നെ 110 കോടി രൂപ. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിക്കുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷൻ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ. വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആകമാനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ ഒരു മാസം വരുന്ന പ്രോജക്ട്സ്, പണ്ട് 25-30 പ്രോജക്റ്റ് കൊണ്ടുവരുന്നതും 5-6 പ്രോജക്റ്റാണ് വരുന്നത്. പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണ്. 60% ടെക്നീഷ്യൻസ്, താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതായിരുന്നു. പോരാത്തതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല. നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചിട്ടില്ല. നാളത്തെ ബഡ്ജറ്റ് വരികയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നത്. അതായത് 1 നേഷൻ 1 ടാക്സ് നടപ്പാക്കിയതിനു ശേഷം ഇതുവരെ 2 സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിന് തമിഴ്നാട്ടിൽ മാത്രമാണ് എന്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്ത് GST കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% ഒരു ടാക്സ് വരുന്നത്. അതായത് 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ അവിടെ പോവാണ്. 100 രൂപയ്ക്ക് 30 രൂപ ഗവൺമെന്റിന് കൊണ്ടുപോകാണ്. ഈ ഗവൺമെന്റ് ഇത്രയും കാശ് കിട്ടിയിട്ടും 5 നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ദുഃഖകരമായ ഒരു സത്യം. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവമില്ല. ഫൈനാൻസിന് ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ
OTT-ക്കാർ ഒരു വില പറയും, അത് കൊടുത്ത് നമ്മൾ അത് കൊടുത്തോണം. കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് OTT-കാരൻ്റെ പൈസ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഈ ഫൈനാൻസർ പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് പോകുന്നത്. അപ്പോൾ ഒരു രീതിയിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ 750 സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ. ആ 750 സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും സർക്കാർ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ്? ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനമെടുത്തി. അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നതിനുള്ളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തതനുസരിച്ച് ജൂൺ 1-ാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡക്ഷനും ഇല്ല, എക്സിബിഷനും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സുരേഷ് കുമാർ പ്രൊഡ്യൂസറാണ്, മലയാളത്തിലെ പ്രമുഖനായ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം എന്നുള്ളത് സർക്കാർ അത് തരുന്നില്ല. വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി. അതിനുശേഷം തമിഴ്നാടും കേരളവും എന്റർടൈൻമെന്റ് ടാക്സ് എന്നുള്ള രീതിയിൽ അഡീഷണലായി നടത്തി. പിന്നെ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ താരങ്ങൾ പ്രതിഫലം കുഴച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾ ജൂൺ മുതൽ ഈ പരിപാടി നിർത്തുമെന്നാണ് അദ്ദേഹത്തിന് പറയുന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഇത് ലാഭകരമാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹമോ ഈ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ബാക്കി ആളുകളൊക്കെ ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങളൊന്നുമല്ലല്ലോ. ഇവിടുത്തെ ജനത എന്നുള്ളത് പലപ്പോഴും അത്യാവശ്യ മരുന്നുകൾക്ക് പോലും GSTയും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് മരുന്ന് വാങ്ങേണ്ട ഗതികേടുള്ള ഒരു ജനത ജീവിക്കുന്ന രാജ്യത്താണ് നമ്മളുള്ളത്. അതൊക്കെ സുരേഷ് കുമാറിന് കാണാത്തതാണ്. സുരേഷ് കുമാർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവർ സിനിമ എടുക്കണമെന്നോ ആ സിനിമ ഇവിടെ നന്നായി ഓടണമെന്നോ ഇവർക്ക് ലാഭം ഉണ്ടാക്കണമെന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനോ ഇതിന് ലാഭം ഉണ്ടാകുന്നില്ല എങ്കിൽ അവർ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. അതല്ലാതെ ഇവിടുത്തെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ഇവിടെ സർക്കാരും മറ്റു പ്രശ്നങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരണമെന്ന്. സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാ ഇൻഡസ്ട്രികളിലും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെ അനുസരിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അത് ഏതൊരു ആളും പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഈ ഒരു രാജ്യത്ത് നടത്തുമ്പോഴും അവർക്ക് അതിൻ്റെതായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബിസിനസ് രംഗത്തേക്ക് ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്പുമായി ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. അതിൽ തന്നെ 10% ആളുകളുടേത് മാത്രമാണ് വിജയിക്കുന്നത്. ബാക്കി 90% ആളുകളുടേതും പൂട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നിർത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. പിന്നെ താരങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കുന്നത് താരങ്ങളാണ്. ആ താരങ്ങൾക്ക് വെച്ച് സിനിമ എടുക്കണോ എന്നുള്ളത് പ്രൊഡ്യൂസർമാർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പ്രൊഡ്യൂസർമാർക്ക് ഇത് ലാഭകരമാവില്ല. അയാളോട് എന്താണ് സ്വാഭാവികമായിട്ടും ആ താരത്തിന്റെ ഡേറ്റ് മാറ്റി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും താരത്തെ ഉപയോഗിച്ച് കുറഞ്ഞ മുതൽ മുടക്കിൽ കിട്ടുന്ന ആളുകളെ ഉപയോഗിച്ച് സിനിമ എടുക്കുക. മറ്റെന്ത് കാര്യം ചെയ്യാനാണ്? സ്വാഭാവികമായിട്ടും ഈ ആ താരങ്ങൾക്ക് ആ മാർക്കറ്റ് വാല്യൂ ഉള്ളത് കൊണ്ടും അവർക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളത് കൊണ്ടുമാണ് അവർ ഇത്തരം ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നുള്ളത്. അത് ഈ സുരേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം അവർക്ക് എന്താണോ അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നുള്ളത്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ വെച്ച് സിനിമ എടുക്കണ്ട എന്നേ പറയാൻ പറ്റൂ. അവർക്ക് എന്താണോ അവരുടെ മാർക്കറ്റ് വാല്യൂ അതനുസരിച്ചിട്ടുള്ള പ്രതിഫലം സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും. അവരെ വേണ്ടെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കാതിരിക്കുക. അവർക്കും സ്വാഭാവികമായിട്ടും സിനിമ ഇല്ലാതാവുമ്പോൾ അവരുടെ റേറ്റ് കുറക്കാൻ തയ്യാറാവും.
മനസ്സിലാവും. അതല്ലാതെ ഇതൊക്കെ ഒരു ജനങ്ങളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നത്, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ട്, സ്വാഭാവികമാണ്. തിയേറ്ററുകൾ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിനെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച് ഈ താരങ്ങളുടെ പ്രതിഫലം കുറക്കണം എന്നുള്ള ഒറ്റ ആവശ്യത്തിൽ നിലകൊള്ളുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇവിടെ സിനിമ നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകണമെന്നോ ഉള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊന്നുമല്ല. അവരുടെ ജീവൻ പ്രശ്നങ്ങളുടെ പ്രാഥമിക അയലത്ത് പോലും ഇത്തരം കാര്യങ്ങൾ എത്തുന്നില്ല. സിനിമ ആളുകൾക്ക് സമയവും സൗകര്യവും പണവും ഉണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ പോയി കാണും, കാണാതിരിക്കും. അത് അവരുടെ സൗകര്യമാണ്. സിനിമ ആസ്വാദിക്കുന്ന ആളുകൾ പോയി കാണും, സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ. അതിന് തന്നെ അവർ നല്ല ഒരു പൈസ ചെലവഴിക്കുന്നുണ്ട്, തിരിച്ചു ഒന്നും കിട്ടാറില്ല. അപ്പൊ അതൊരു ആസ്വാദനം മാത്രമായിട്ട് കണ്ടുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു സംവിധാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ പണി നിർത്തുക, മറ്റെന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ നോക്കുക, അത് വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതല്ലാതെ അതിനെ താരങ്ങളുടെ പ്രതിഫലമായി കൂട്ടിക്കഴിക്കേണ്ട കാര്യമല്ല. അത് നിങ്ങൾക്ക് താരങ്ങളോട് ആവശ്യപ്പെടാവുന്ന കാര്യമാണ്. താരങ്ങളോട് ഇത്തരം ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ല, ഈ താരങ്ങള് സമീപിക്കുന്ന പ്രൊഡ്യൂസർമാർ തീരുമാനിക്കുക എത്രയാണ് ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന പ്രതിഫലം. എല്ലാ ടെക്നീഷ്യനും കൂടി അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും കൂടി ഞങ്ങൾ എത്ര എമൗണ്ട് ആണ് ഞങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുക. താഴേക്കിടയിലുള്ള ടെക്നീഷ്യന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞു, അവർ വലിയ പട്ടിണിയുടെ അവസ്ഥയിലാണെന്ന്. അവർക്ക് ഇവർ നൽകുന്ന പരിഗണന, അവർക്ക് കിട്ടുന്ന ഒരു തൊഴിലിടത്തിലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമൊക്കെ നമ്മൾ അറിഞ്ഞാൽ നെട്ടിപ്പോകും. ദിവസക്കൂലിയൊക്കെ എത്രയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിത ചെലവിന്റെ ഒരു ഭാഗം പോലും കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ ഉണ്ട് എന്നതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവർ സിനിമ എടുക്കാതെ മറ്റെന്തെങ്കിലും പണിക്ക് പോവട്ടെ എന്ന് ഈ വിഷയത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. അത്യധികമായിട്ട് സുരേഷ് കുമാർ ഉന്നയിച്ച വിഷയങ്ങൾ കൊണ്ടെത്തിക്കുന്നുള്ളത് താരങ്ങളുടെ പ്രതിഫലം എന്നുള്ള പ്രശ്നത്തിലേക്കാണ്. അപ്പോ താരങ്ങളും ടെക്നീഷ്യന്മാരും ബന്ധപ്പെട്ട ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലവും നിശ്ചയിക്കേണ്ടത് പ്രൊഡ്യൂസർമാരാണ്. അത് എത്രയാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ, ഈ ഒരു സിനിമ എന്നുള്ളത് ഇത്ര ബഡ്ജറ്റിനുള്ളിൽ തീരണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെ സിനിമ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം സിനിമ എടുത്താൽ മതി. അതല്ലാതെ ഇത് അവസാനം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് സുരേഷ് കുമാറും മറ്റു പ്രൊഡ്യൂസർമാരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.